ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 4 കിഡിലൻ ടേസ്റ്റുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. 4 സ്നാക്സും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ സ്നാക്സ് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു എഗ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്തുള്ളതാണ്. ഇതുപോലെ 4 മുട്ടയും ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും. 4 മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ടാക്കി എടുത്തതും കൂടെ തന്നെ കുറച്ച് അധികം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 തണ്ട് വേപ്പില ചെറുതായിട്ട് കട്ടാക്കി എടുത്തതും 2 മീഡിയം സൈസുള്ള കിഴങ്ങ് നല്ല രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്തുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തെടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ എല്ലായിടത്തേക്കും മിക്സാക്കി എടുത്താൽ മതി, കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു മുട്ട കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു മുട്ടനെ മിക്സ് വെച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നല്ല പോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഇവിടെ ഒരു മുട്ട മൊത്തത്തിൽ ചേർത്തിട്ടില്ല കേട്ടോ. എനിക്ക് ആ ഒരു 1/4 ഭാഗം ചേർത്ത് പോയതിന് ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതുപോലെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഈ ഒരു പരുവത്തിലായാൽ ഇതുപോലെ കബാബിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ അങ്ങ് കൈ വെച്ചിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങ് കുത്തി കൊടുക്കുക. സ്റ്റിക്ക് ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. മൊത്തത്തിൽ എല്ലാ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 12 സ്നാക്സാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇതിലേക്ക് വേണ്ടിയൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് കേട്ടോ വേണ്ടത്, അധികം തിക്കായിട്ട് വേണ്ട. എനിക്കിതിലേക്ക് 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ പൊടിച്ചത് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് ഇതുപോലെ മൈദന് മിക്സിലങ്ങ് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഡബിൾ കോട്ടിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൈവച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലതും ഇതേ രീതിയിൽ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ സ്നാക്സും ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒത്തിരി ഡാർക്ക് കളറാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നാൽ അങ്ങ് കോരിയെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നല്ല കിഡിലൻ ടേസ്റ്റുള്ള സ്നാക്സാണിത്. ഇത് മയോണൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. രണ്ടാമത്തെ റെസിപ്പി ഒരു ബ്രെഡ് ബോക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല കിഡിലൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത്. ചീസിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്ന ഈ ഒരു കിഡിലൻ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണ്ട. ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിൽ അങ്ങ് ചേർത്തിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്, ഒത്തിരി മൊരിച്ചെടുക്കണ്ട. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ക്യൂബായിട്ടാണ് കട്ടാക്കി എടുത്തുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിൻ്റെ കുരു കളഞ്ഞെടുത്തതിന് ശേഷം കട്ടാക്കി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ടാക്കി എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ചിക്കനാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. 1 ടേബിൾ സ്പൂണ് പിസ്സ സോസ് ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ടുള്ളത്. അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതിയാകും. ഏതായിരുന്നാലും കുഴപ്പമില്ല, കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കൻ ഇതുപോലെ ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒത്തിരി ഉടക്കണ്ട, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിന് ഡിപ്പ് ചെയ്യാനുള്ളൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കട്ടിയിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ലൂസാക്കി എടുക്കരുത്. വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഒട്ടും കട്ടിയൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാക്കി ഒരു തിക്നെസ് ആണ് വേണ്ടത്. ഇനി ഒരു മിക്സ് ഒരു 4 ടേബിൾ സ്പൂൺ മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. സ്നാക്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള മിക്സിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ലൂസായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഐസിൻ്റെ സ്റ്റിക്കും കൂടെ ആവശ്യമായിട്ടുണ്ട്. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഉണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതിലേക്ക് 2 പീസ് ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇത് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതേ അളവിൽ തന്നെ മറ്റേ പീസ് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസ് ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ഒരു തിക്കായിട്ടുള്ള ആ ഒരു മൈദൻ്റെ പേസ്റ്റ് ഇതുപോലെ ഐസിൻ്റെ സ്റ്റിക്ക് ഇതിലങ്ങ് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രെഡിനെ 1/4 പോർഷൻ വരുന്നവരെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിന് മുകളിലേക്ക് കുറച്ചും കൂടെ മൈദൻ്റെ പേസ്റ്റ് ആക്കി കൊടുക്കുക, ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ബ്രെഡിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കോണാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്കായിട്ട് ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഫില്ലിങ് വെക്കണം. ഇതിലേക്ക് കുറച്ച് ചീസ്, മുതല ചീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിന് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്തുള്ള ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീട് ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇനി ബാക്കിയുള്ള 2 പീസ് ബ്രെഡിലേക്ക് ഇതുപോലെ ആ ഒരു മൈദൻ്റെ പേസ്റ്റ് 4 സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സ്നാക്സിനെ മുകളിലേക്ക് അങ്ങ് വെച്ചിട്ട് കൈവച്ച് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒട്ടിയിട്ട് വന്നോളും. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊട്ടിയിട്ട് പോകും. ഇതുപോലെ മൈദൻ്റെ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒട്ടിയിട്ട് വന്നോളും. ഞാൻ ഇവിടെ ഇതുപോലെ ഈ ഒരു അളവ് വെച്ചിട്ട് കുറച്ച് അധികം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ 6 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നേരത്തെ റെഡിയാക്കിയെടുത്തുള്ള ലൂസായിട്ടുള്ള ഒരു മൈദൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്യുക. ബ്രെഡ് ക്രംസിലിട്ട് നല്ല പോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 6 എണ്ണം ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ 2-3 സ്നാക്സ് എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആവണ വരെ അങ്ങ് പൊരിച്ചെടുക്കാം. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇതുപോലെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നാൽ എണ്ണ നിങ്ങൾ കോരി മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. ചൂടോട് കൂടിയിട്ട് പൊരിച്ചെടുക്കുക. ചീസ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. മൂന്നാമത്തെ സ്നാക്സ് നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള കിട്ലൻ ടേസ്റ്റുള്ള പിസ്സ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കുക. വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 3/4
ടീസ്പൂൺ ഉപ്പും ഒരു നാരങ്ങൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഉണ്ടാകും. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കുമ്പോൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരും. ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ചിക്കനൊക്കെ വെന്തിട്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ വെന്തിട്ട് വരണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു 2 ടേബിൾ സ്പൂണ് ഒന്നിക്ക് നിങ്ങൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതിയാകും. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പകുതി തക്കാളി കുര കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ടാക്കി എടുത്തതും ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള ഒരു ക്യാപ്സിക്കം നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതൊരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇല്ലെങ്കിൽ വെള്ളം എടുത്താലും മതി. ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് 2 പീസ് ബ്രെഡാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഒരു പീസ് ബ്രെഡ് എടുക്കുക. ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ബ്രെഡും ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ ബ്രൗൺ പോർഷൻ കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തന്നെ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്താൽ മതിയാകും. മൊത്തത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് കുറച്ച് അധികം സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് മൈദൻ്റെ പേസ്റ്റ് കുറച്ച് തിക്കാക്കി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദയും വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ 2 പീസ് ബ്രെഡ് എടുക്കുക. ഒരു പീസ് ബ്രെഡിലേക്ക് ഇതുപോലെ നിറച്ചിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഫില്ലിങ് ആക്കി കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ചെറിയൊരു സ്ലൈസ് ചീസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി മറ്റേ ബ്രെഡിലേക്ക് അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒരു മൈദൻ്റെ പേസ്റ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ തമ്മിൽ അങ്ങ് ഒട്ടിച്ചെടുക്കാം. ചീസ് ഞാനിവിടെ മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തുള്ളത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൊട്ടി പോകാതെ വേണം നോക്കാനായിട്ട്. ഇതുപോലെ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതേ രീതിയിൽ അങ്ങ് റെഡിയാക്കി എടുക്കുക. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് കുറച്ച് അധികം സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്നാക്സ് വേണോ അതിനനുസരിച്ച് ഫില്ലിങ് റെഡിയാക്കി എടുത്താൽ മതി. ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നേരത്തെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സിൽ അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ അങ്ങ് കോട്ട് ചെയ്യുക. പിന്നെ ഒത്തിരി ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കണ്ട. അപ്പോൾ അധികം ബ്രെഡ് ആവട്ടോ ഉണ്ടാകുക. ഫില്ലിങ് കുറവായിട്ടാവും ഉണ്ടാകുക. ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതേ രീതിയിൽ അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇത് ഫ്രൈ ആക്കി എടുക്കുക. അതിനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഓരോ സ്നാക്സും എണ്ണയിലേക്ക് ഇട്ടങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ ഒറ്റ പ്രാവശ്യം 4 ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് പൊട്ടിപ്പോണ പ്രശ്നമൊന്നും വരില്ല. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ എണ്ണ അങ്ങ് കോരി മാറ്റുക. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണിത്. എനിക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ പൊരിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ചീസൊക്കെ ചേർക്കണോണ്ട് തന്നെ ചൂടോട് കൂടിയിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. 4ാമത്തെ റെസിപ്പി മുട്ടയും കിഴങ്ങും വെച്ചിട്ട് കിട്ടിലും ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് കബാബിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട നല്ല രീതിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടനെ 4 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 2 മുട്ട വെച്ചിട്ട് 8 പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ 8 പീസ് വെച്ചിട്ട് 8 സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു പാനിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഇതാ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതാ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ടാക്കി എടുത്തതും, പിന്നെ ഇതാ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കി എടുത്തതും, ഒരു തണ്ട് വേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ എണ്ണയിൽ നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഇതാ 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു സവാള ഇതുപോലെ നന്നായിട്ട് വഴന്ന് കിട്ടണം. ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ മാത്രം മതിയാകും ഇതിലേക്ക്. ഇനി പൊടികളൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ഈ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 വലിയ കിഴങ്ങ് ഉപ്പ് ചേർത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഉടച്ചു കൊടുക്കണം. കിഴങ്ങിൽ ഒട്ടും കട്ടയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അധികം മല്ലിയില കട്ട് ചെയ്തും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിലേക്കുള്ള ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു സ്നാക്സ് കോട്ട് ചെയ്യാനുള്ളൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുത്താലും മതിയാകും. പുറം നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ എടുക്കുന്നത്. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല നല്ല പോലെ തണുത്ത് കഴിഞ്ഞാൽ കൈവച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടിയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഉടച്ചെടുത്ത ഒരു മിക്സിൽ നിന്ന് കുറച്ചൊരു ബോൾ പോലെ എടുക്കുക കേട്ടോ. എനിക്ക് വേണമെങ്കിൽ 8 ഈക്വൽ ബോളാക്കി എടുക്കുകയും ചെയ്യുക. ഇതുപോലെ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ പരത്തിയെടുക്കുക. ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉന്നക്കായൊക്കെ ഷേപ്പ് ആക്കൂലേ, ആ ഒരു രീതിയിൽ അങ്ങ് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുത്തുള്ളത്. ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ തന്നെ ഷേപ്പാക്കി എടുക്കുക. ഇനി മുട്ടിനെ മിക്സിയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ട് അങ്ങ് കോട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒട്ടും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു കിഴങ്ങൊക്കെ എടുത്തുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കോട്ടിങ് ചെയ്യുന്നത്. ഇതാ 8 സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതുപോലെ 3-4 സ്നാക്സൊക്കെ ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ നന്നായിട്ട് പുറക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. വീട്ടിലുള്ള കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. കിട്ടില്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പികളായിട്ട് കാണാം. താങ്ക്